ഏകദേശം 206 കോടി രൂപ വില വരുന്ന ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓട്ടോപൈലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഡംബര വാഹന നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് ആണ് അവരുടെ പുതിയ ബോട്ടയിൽ മോഡൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വാഹനം റോൾസ് റോയ്സിൻ്റെ ബെസ്പോക്ക് കോച്ച് ബിൽഡ് മോഡലാണ്. കോച്ച് ബിൽഡിംഗ് വീണ്ടും കൊണ്ടുവന്നതിന് ശേഷം ബ്രിട്ടീഷ് ബ്രാൻഡിൻ്റെ ആദ്യത്തെ കോച്ച് ബിൽഡ് മോഡലാണ് ബോട്ടയിൽ. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വാഹനങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ബെസ്പോക്ക്. 1932 കാലഘട്ടത്തിൽ റോൾസ് റോയ്സിൻ്റെ ബോട്ടയിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ദമ്പതികൾ തന്നെയാണ് ഈ പുതിയ മോഡലിലും ആവശ്യം റോൾസ് റോയ്സിനെ അറിയിച്ചത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റോഡിലൂടെ ഓടുന്ന ഒരു ബോട്ട് പോലെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. മുൻപിറങ്ങിയ ഫാൻറ്റം എന്ന മോഡലിൻ്റെ അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വാഹനത്തിലും റോൾസ് റോയ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ലക്ഷറിയും അതുപോലെ തന്നെ ടെക്നോളജിയും ഒരുമിച്ച് ചേർന്ന് ഉണ്ടായ ഒരു വാഹനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. റോൾസ് റോയ്സിൻ്റെ വാഹനങ്ങളിൽ പെർഫെക്ഷനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓരോ വാഹനങ്ങളിലും അവരത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. വളരെ ചെറിയൊരു എലമെൻ്റ് ആണെങ്കിൽ കൂടെ അതിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താണ് അവരത് ഉണ്ടാക്കുന്നത്. ഏകദേശം 4 വർഷമാണ് ഈ വാഹനത്തിനായി അവർ സ്പെൻഡ് ചെയ്തത്. മുൻവശത്തെ വലിയ ഗ്രില്ലുകളും ഉയർന്നു വരുന്ന ലോഗോയും റോൾസ് റോയ്സിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറിക്കഴിഞ്ഞതാണ്. ആ ഐഡൻറ്റിറ്റി ബോട്ടയിലും നിലനിർത്തിയിട്ടുണ്ട് റോൾസ് റോയ്സ്. ഏകദേശം 6 മീറ്റർ നീളമാണ് ബോട്ടയിലിനുള്ളത്. ഫ്ലാറ്റ് ബോണറ്റും ചെരിഞ്ഞിറങ്ങുന്ന ബോട്ടും വിൻഷീൽഡിൻ്റെ ഡിസൈനിങ്ങും ഒരു ബോട്ടിനെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് പറയും. പിൻവശത്തേക്ക് വരുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു LED ടൈലൈറ്റുകളും അതിന് മുകളിലായിട്ടുള്ള ക്രോം ഇൻസേർട്ടും കാണാം. ഇതിനു മുകളിലായി കമ്പനി ഒരു വുഡൻ ഡെക്ക് കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വുഡൻ ഡെക്കിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ബട്ടർഫ്ലൈ ഡെക്ക് എന്നാണ്. ഈ ബട്ടർഫ്ലൈ ഡെക്കിന് ആ പേര് നൽകാൻ കാരണം ഇവ തുറന്നു വരുന്നത് ഒരു പൂമ്പാറ്റ ചിറക് വിരിക്കുന്ന രീതിയിലാണ്. ഡെക്കിന് ഉൾവശത്തായി ഷാമ്പെയിനുകളും സിൽവർ കട്ട്ലറികളും ടവലുകളും നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. അതിൽ പോലും പ്രീമിയം ടച്ച് കൊണ്ടുവരാൻ വേണ്ടി റോൾസ് റോയ്സ് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ 4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ വാഹനത്തിൽ റോൾസ് റോയ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലും ഈ നീലനിറം നമുക്ക് കാണാൻ കഴിയും. ക്ലാസിക് ടച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരിക്കാം അനലോഗ് മീറ്ററുകളാണ് വണ്ടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ബെസ്പോക്ക് മോഡലായതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഉപഭോക്താവിൻ്റെ ഇഷ്ടാനുസരണം 2 കാര്യങ്ങളാണ് റോൾസ് റോയ്സ് കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഒരു മൗണ്ട് ബ്ലാക്ക് പേന ഗ്ലൗ ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് ഉപഭോക്താവിൻ്റെ പേനകളോടുള്ള കമ്പം സൂചിപ്പിക്കുന്നു എന്ന് പറയാം. മറ്റൊന്ന് ഡാഷ്ബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോവെറ്റ് 1822 എന്ന പേരിലുള്ള ടൈം പീസാണ്. ഇത് ഉപഭോക്താവിന് വേണമെങ്കിൽ എടുത്ത് ധരിക്കാവുന്ന രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടെക്നോളജിയും ലക്ഷറിയും സമന്വയിപ്പിച്ച് ഇനിയും റോൾസ് റോയ്സിന് മാജിക്കുകൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം ഓട്ടോ പൈലറ്റ്.